മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിനെ മലർവാടിയാക്കി പാലക്കാട് നഗരസഭാ ജീവനക്കാർ. ഒരു വർഷം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഹരിത കേരള മിഷന് നിറങ്ങളും സുഗന്ധവും ചേരുന്ന മാതൃക സമ്മാനിച്ചിരിക്കുന്നത്. ഒരു വർഷം നീണ്ട ശ്രമത്തിനും പ്രയത്നത്തിനും ഒടുവിൽ ഹരിത കേരള മിഷന് നിറങ്ങളും സുഗന്ധവും ചേരുന്ന മാതൃക സമ്മാനിച്ചിരിക്കുകയാണ് നഗരസഭ ഹെൽത്ത് ഡിവിഷൻ 2 ജീവനക്കാർ. പാലക്കാട് വലിയങ്ങാടിയോട് ചേർന്ന് മാലിന്യ കൂമ്പാരമായി കിടന്ന 20 സെന്റ് സ്ഥലത്താണ് ശുചിത്വ കേരളത്തിനും ഹരിത കേരളത്തിനും മാതൃകയാക്കാവുന്ന ഹരിത പാർക്ക് പിറവികൊണ്ടത്. വിവിധ ഇനം പൂച്ചെടികൾക്ക് പുറമെ ചീര, വെണ്ട, മുളക്, വാഴ, മത്തൻ, കുമ്പളൻ തുടങ്ങിയ വിഷരഹിത പച്ചക്കറിയും ഹരിത പാർക്കിന്റെ സവിശേഷതയാണ്. മാർക്കറ്റിനോട് ചേർന്ന മാലിന്യ കൂമ്പാരമായി കിടന്ന നഗരസഭയുടെ സ്ഥലം വീണ്ടെടുക്കാനായി ഏറെ കാലത്തെ പരിശ്രമം വേണ്ടിവന്നു. കയ്യേറ്റവും അസാൻമാർഗിക പ്രവണതകളും ഒഴിപ്പിച്ചെടുത്താണ് ഹരിത പാർക്കിന് തുടക്കം കുറിച്ചത്. പാർക്ക് യാഥാർത്ഥ്യമായതോടെ മൂക്കുപൊത്താതെ വഴി നടക്കാനും വീട്ടിൽ കഴിയാനും മാത്രമല്ല, രോഗവാഹകരായ കൊതുശല്യവും അണുശല്യവും കുറഞ്ഞതിന്റെ ആരോഗ്യ സന്ദേശം കൂടിയാണ് നൽകുന്നത്. നഗരസഭ 2 ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ EV, ഡോക്ടർ പ്രശാന്ത്, ബൈജു MS ഇവർക്ക് കീഴിലെ കണ്ടിജന്റ് തൊഴിലാളികളും ഹരിത കർമ്മസേന അംഗങ്ങളും ഒരുമിച്ചതോടെ കേരളത്തിനെ മാതൃകയാക്കാവുന്ന ഹരിത മാതൃക രൂപപ്പെടുകയായിരുന്നു. നാട്ടിലാകെ മാലിന്യ നിക്ഷേപവും മാലിന്യ നിർമ്മാർജ്ജനവും കീറാമുട്ടിയായി നിൽക്കുമ്പോഴാണ് പാലക്കാട് നഗരസഭ ഹെൽത്ത് ഡിവിഷൻ 2 ഹരിത പാർക്ക് മാതൃകയാവുന്നത്. നഗരസഭയിലെ 3 വാർഡുകളിലെ മാലിന്യ വേർതിരിവ് കേന്ദ്രത്തിനോട് ചേർന്നാണ് ഹരിത പാർക്ക് എന്നതുകൊണ്ട് വളപ്രയോഗത്തിനും പരിചരണത്തിനും നിത്യവും ആളുണ്ട്. ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് ശുചിമുറി, വിശ്രമമുറി എന്നീ സൗകര്യങ്ങളോടെ മിനി MCS പ്രവർത്തിക്കുന്നതും കേരളത്തിൽ ഇവിടെ മാത്രമാണെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ പറഞ്ഞു. PHSന്റെ ബാക്ക് സൈഡായിട്ട് നമ്മളൊരു ഹരിത പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. ബഹു ചെയർപേഴ്സൺ, ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ, എല്ലാ ആൾക്കാരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഇതൊരു മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് മാറ്റിയിട്ട് ഇവിടെ ജൈവ പാർക്ക് ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഹരിത പാർക്ക്, പിന്നെ വിഷരഹിതമായ പച്ചക്കറി തോട്ടം. ഹരിതകർമ്മസേനയ്ക്ക് സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ്, എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് ഹരിതകർമ്മസേനയ്ക്ക് ഒരു റെസ്റ്റ് റൂമും ടോയ്ലറ്റും ഒരുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പാലക്കാട് നഗരസഭ ഇതിനു വേണ്ടി ഹെൽത്ത് ഡിവിഷൻ 2 എല്ലാ ആൾക്കാരുടെയും സഹകരണം, അത് പറഞ്ഞാൽ ജീവനക്കാരും നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരും ജീവനക്കാരുടെയും ഹരിതകർമ്മസേനയുടെയും അത് പറഞ്ഞാൽ നാട്ടുകാരുടെയും നമ്മുടെ ഹെൽത്ത് ഡിവിഷൻ 2 കൗൺസിലർമാരുടെ എല്ലാവരുടെയും നിർലോഭമായ സഹകരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു കാരണം ഒരുക്കാൻ കഴിഞ്ഞത്. 10 മാസത്തോടെയുള്ള നമ്മുടെ ഭഗീരഥ പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് വരിക, സന്ദർശിക്കുക.